തൃശൂർ അശ്വിനി ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. ഇന്നലെ പെയ്ത കനത്ത മഴയിൽ 4 കോടി രൂപയുടെ നഷ്ടമാണ് ആശുപത്രിക്കുണ്ടായത്. ആശുപത്രിക്ക് മുൻപിലെ കാന വൃത്തിയാക്കാത്തതാണ് വെള്ളം കയറാൻ കാരണമായി അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. കാന വൃത്തിയാക്കണമെന്ന് കാട്ടി പലതവണ കോർപ്പറേഷന് ആശുപത്രി മാനേജ്മെന്റ് കത്ത് നൽകിയിരുന്നതായും വ്യക്തമാക്കി. അവിടുന്ന് ഒരു ഗഷ് ഓഫ് വാട്ടറാണ് വന്നിരുന്നത്. നമ്മൾ ഡാമൊക്കെ തുറന്നിടുമ്പോൾ വന്ന പോലെ വെള്ളം പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ്. അന്ന് നമ്മൾ കോർപ്പറേഷനിലും കൗൺസിലറുടെ അടുത്തൊക്കെ പറഞ്ഞതാണ് ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ചെയ്യണമെന്ന്. തൃശൂർ നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ വീടുകളിലേക്കും വെള്ളം കയറിയിരുന്നു. സ്വരാജ് റൗണ്ടിൽ ഉൾപ്പെടെ എല്ലായിടത്തും വെള്ളക്കെട്ടുണ്ടായതോടെ നിരവധി വാഹനങ്ങൾ തകരാറിലായി. അതേസമയം കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥതയാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിക്കുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിനായുള്ള ടെൻഡർ നടപടികൾ പോലും ഇതുവരേക്കും കോർപ്പറേഷൻ പൂർത്തിയാക്കിയിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൗൺസിലർമാർ കോർപ്പറേഷൻ മുമ്പിലേക്ക് കുളവാഴകളുമായി എത്തി സമരം നടത്തി. പോലീസ് തടഞ്ഞതോടെ നഗരപരിധിയിലെ വിവിധ തോടുകളിൽ നിന്ന് ശേഖരിച്ച കുളവാഴകൾ കോർപ്പറേഷനകത്തേക്ക് വലിച്ചെറിഞ്ഞു. ഈ സമരം നടത്തുന്ന ഈ സമയത്ത് പോലും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല. 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി, ഒരുപാട് സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. കെടുകാര്യസ്ഥത കൊണ്ടാണ്, CPM-ന്റെ കെടുകാര്യസ്ഥത കൊണ്ടാണ്, മേയറുടെ കെടുകാര്യസ്ഥത കൊണ്ടാണ് ഈ വെള്ളം കയറിയത്. BJP കൗൺസിലർമാരും പ്രതിഷേധിച്ചു. സംഭവത്തിൽ ജില്ലാ കളക്ടർ അടിയന്തര യോഗം വിളിച്ചു. കോർപ്പറേഷൻ സെക്രട്ടറിയോട് വിശദീകരണം തേടി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മഴക്കാലപൂർവ്വ ശുചീകരണത്തെ ബാധിക്കരുതെന്ന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അത് എന്തുകൊണ്ട് പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.